നടി ഞാനാണോ എന്ന് ചോദിച്ച് കുറെ കോളുകളും മെസ്സേജും വരുന്നുണ്ട്. അവരെ ഒരു അമ്മയായൊന്നും കാണാനാവില്ല. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. സിനിമയിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയായ യുവനടിയാണ് ശ്രുതി രജനീകാന്ത്. മലയാള സിനിമയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ശ്രുതി രജനീകാന്തിന്റെ പഴയൊരു വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ആ വീഡിയോയുമായി ബന്ധപ്പെട്ടും തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളിലെ വസ്തുത വ്യക്തമാക്കിയും ശ്രുതി പുതിയൊരു വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ടു. വൈറലാകുന്ന പഴയ അഭിമുഖത്തിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചാണ് ശ്രുതി വെളിപ്പെടുത്തിയത്. അവസരം കിട്ടാൻ വേണ്ടി എന്റെ മകൾക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അമ്മമാർ തന്നെ അഡ്ജസ്റ്റ്മെന്റിന് പെൺമക്കളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ നമുക്കൊരു പുരുഷ സമൂഹത്തെ മാത്രം ഈ വിഷയത്തിൽ കുറ്റം പറയാൻ പറ്റുമെന്നായിരുന്നു ശ്രുതി അഭിമുഖത്തിൽ ചോദിച്ചത്. ഈ വീഡിയോ ഇപ്പോൾ വൈറലായത് ഇതേ സംഭവം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഒരു നടി പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നടി ശ്രുതിയാണോ എന്ന് ചോദിച്ച് താരത്തിന് നിരവധി മെസ്സേജുകളും കോളുകളും വരുന്നുണ്ട്. അതിനാലാണ് പുതിയ വീഡിയോയിലൂടെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ശ്രുതി വ്യക്തത നൽകിയത്. അന്ന് ഞാൻ കൊടുത്ത അഭിമുഖത്തിന്റെ റീൽ ഇപ്പോൾ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വൈറൽ റീൽ കണ്ടതിന് സമാനമായൊരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ നടി ഞാനാണോ എന്ന് ചോദിച്ച് കുറെ കോളുകളും മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആ നടി ഞാനല്ല. അവസരം കിട്ടാനായി കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്ന സാഹചര്യം മലയാള സിനിമയിലുണ്ട്. മകൾ അത്തരം വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ചിന്തിക്കുന്ന അമ്മമാരുമുണ്ട്. അത്തരത്തിൽ ചിലരെ അറിയാമെന്ന് ഒരു നടി മൊഴി രേഖപ്പെടുത്തിയെന്നാണ് വാർത്തയിൽ പറയുന്നത്. ഞാൻ പറഞ്ഞതും ഈ പറഞ്ഞതും രണ്ടും രണ്ടാണ്. ഹേമ കമ്മീഷനെ കുറിച്ച് ഒരുപാട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഹേമ കമ്മിറ്റിക്ക് ഞാനല്ല ആ മൊഴി കൊടുത്തത്. നേരത്തെ ഒരു അഭിമുഖത്തിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. നിങ്ങളിനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അത് ഉള്ള കാര്യമാണ്. ഇങ്ങനെയൊരു കമ്മിറ്റി അത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വരട്ടെ. കല അത്ര ഇഷ്ടമായത് കൊണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നതാണ്. കുട്ടിക്കാലത്ത് ഡാൻസറാണ്, നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായി കലയെ സ്നേഹിക്കുന്നത് കൊണ്ട് വന്നതാണ്. കൂടെ കിടന്ന് കൊടുത്താലേ അവസരം കിട്ടൂ, ഇല്ലെങ്കിൽ ചെറുതായിട്ട് തൊടുകയും പിടിക്കുകയും ചെയ്യും, അത് കണ്ടില്ലെന്ന് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല. അത് മോശമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന സംഭവത്തെ കുറിച്ചാണ് ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞതെന്നും ശ്രുതി വ്യക്തമാക്കി. അമ്മ തന്നെ മകളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താം, രാവിലെ വന്ന് വിളിച്ചോളാം, എനിക്ക് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ തന്നെ ആ തള്ളയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് ഒറ്റ ഇടിയും കൂടി കൊടുക്കണമെന്നാണ്. അതേക്കുറിച്ചാണ് ഞാൻ പ്രതികരിച്ചത്. അവരെ ഒരു അമ്മയായൊന്നും കാണാനാവില്ല. ആ സംഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞെന്നേയുള്ളൂ. ഇപ്പോൾ ഈ റിപ്പോർട്ടും കൂടെ വന്നപ്പോൾ രണ്ടും കൂടി സിങ്കായി. പക്ഷേ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്തത് ഞാനല്ല, അത് വേറെ ആരോയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അവരായിട്ട് വന്ന് ഇതേക്കുറിച്ച് പറയുന്നെങ്കിൽ പറയട്ടെ എന്നും ശ്രുതി പുതിയ വീഡിയോയിൽ പറഞ്ഞു. സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യമാണെന്നും ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണെന്നുമുള്ള മൊഴികളും ഹേമ കമ്മിറ്റിക്ക് നടിമാർ മൊഴി നൽകിയിട്ടുണ്ട്. പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തിയായി ഇടിക്കാറുണ്ടെന്നും നടിമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്.